എന്ത് ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണമെന്നൊന്നും അറിയില്ല. ലിറ്ററലി ഐ എം ഔട്ട് ഓഫ് ഷേപ്പ്. ദിവസങ്ങൾ ഭയങ്കര വേഗത്തിൽ പോകുന്നൊരു തോന്നൽ. അധികം ടൈമില്ല. ഐ എം ഗെറ്റിംഗ് വീക്കർ ഡേ ബൈ ഡേ. The way I was living was breaking me. I need to change. ഞാൻ മുന്നിൽ കണ്ടത് എന്തോ അതായിരുന്നു എൻ്റെ തീരുമാനം. And now it's my second home. എൻ്റെ ഡ്രീം എന്താണെന്ന് അറിയാവുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. He is more than a coach, he is like my friend. This moment is mine. And it's my time to rise. 7 months ആയിട്ടുണ്ട് ഗൈസ് നമ്മൾ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട്. ഇന്ന് 7 month ആവുകയാണ്. ഞാൻ എനിക്ക് തോന്നുന്നു ഈ ഒരു ആംഗിളിൽ തന്നെയാണ് ഞാൻ എൻ്റെ ആ ഒരു ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഈ ഒരു വീഡിയോ വരുന്നത് ചിലപ്പോൾ മാസങ്ങൾക്ക് ശേഷമായിരിക്കാം, വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം. ഞാൻ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ആക്കുവാണെങ്കിൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫുൾ ബോഡി ഒന്ന് കാണിച്ചിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ കണ്ടോ എൻ്റെ ബോഡിക്ക് കണ്ടോ, വയറൊക്കെ കണ്ടോ, അതുപോലത്തെ ഒരു മെസ്സി ലൈഫ് സ്റ്റൈലായിരുന്നു എൻ്റെ. കഴിഞ്ഞ വർഷം ജാനുവരിയിൽ എനിക്ക് ചെറിയൊരു സർജറി വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഈ ഗാൽബ്ലാഡറിൽ ചെറിയൊരു സ്റ്റോണിൻ്റെ ഇഷ്യൂ വന്നിട്ട് ഒരു ചെറിയൊരു സർജറി വേണ്ടി വന്നായിരുന്നു. അതുകൂടി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സ്ട്രെങ്തും എല്ലാം ഫുൾ ഡ്രോപ്പായി. ഒരു വാട്ടർ ബോട്ടിലിൻ്റെ ക്യാൻ എടുക്കാനുള്ള എനർജി പോലും ഇല്ലായിരുന്നു. അത്രയും സ്ട്രെസ് എടുത്തിട്ടാണ് അതുപോലും എടുക്കുന്നത്. ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ അറിയാളില്ല. അപ്പോഴത്തേക്കും സ്നേഹ UK പോണതിൻ്റെ തിരക്കും ബാക്കി സംഭവങ്ങൾ അങ്ങനെയൊക്കെ വന്നു. അങ്ങനെ സ്നേഹ കൂടി UK പോയ സമയത്ത് ഞാൻ വിചാരിച്ചു എന്തായാലും ജിമ്മിൽ ജോയിൻ ചെയ്യാം, ഇതൊരു ബെറ്റർ ടൈമാണ്. എന്തുകൊണ്ട് ഇതൊരു ബെറ്റർ ടൈമാണ്, അല്ലെങ്കിൽ ഞാൻ മൊത്തത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് പോവും. ഞാനിങ്ങനെ നല്ലൊരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് അവിടെ ഒരു ജിമ്മിൻ്റെ പണി ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. സോ ഞാൻ എല്ലാ ദിവസവും അതൊരു ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഓക്കെ, ജിമ്മിൻ്റെ പ്ലാനും സംഭവങ്ങളെല്ലാം ചോദിച്ചു. ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ച്. ഞാൻ February 4th ഞാനിങ്ങനെ കുറേ നാൾക്ക് ശേഷം അറൗണ്ട് ഒരു 2 years ശേഷം ഞാൻ വീണ്ടും ജിമ്മിൽ ജോയിൻ ചെയ്യാൻ പോണേ. ബോക്സ് ബാൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു അടുത്തൊരു ജിം വന്നിട്ടുണ്ട്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ശ്രീജിത്ത് ബ്രോനെ കാണുന്നത്. ഹായ്, ഐ ആം കോച്ച് ശ്രീജിത്ത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയായിരിക്കും, ഞാൻ ശ്യാമിൻ്റെ കോച്ച്. ശ്രീജിത്ത് ബ്രോ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബർ ആയിരുന്നു. 7 months before he came to Boxman. ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതിൽ അല്ലായിരുന്നു ആളൊരു ഗോള്. ശരിക്കും പറഞ്ഞാൽ ആ 3 months ബോക്സ്മാനിൽ ആൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇപ്രാവശ്യം എങ്കിലും ഞാൻ സംതിങ് ഔട്ട് ഓഫ് ദ ബോക്സ് ചെയ്യണം. 2 മാസമാവും ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട്. വീക്ക് എന്തോ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ശ്രീജിത്ത് ബ്രോൻ്റെ അടുത്തിട്ട് ശ്രീജിത്ത് ബ്രോൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇതുപോലെ ഡയറ്റ് എടുക്കാൻ താല്പര്യമുണ്ട്. സോ ഞാൻ നോർമലി ചോദിക്കുന്ന കണക്ക് ഞാൻ ശ്രീജിത്ത് ബ്രോൻ്റെ അടുത്ത് ചോദിച്ചു, ബ്രോ എനിക്ക് ഡയറ്റ് എടുക്കാം. അപ്പോൾ ശ്രീജിത്ത് ബ്രോൻ്റെ അടുത്ത് എന്താ കഴിക്കാൻ താല്പര്യം? ഞാൻ പറഞ്ഞു സ്വീറ്റ് പൊട്ടറ്റോ ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്ന ഫുഡ് ഐറ്റംസ് നിനക്ക് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ ആണ്, ഡൺ ആണെന്നൊക്കെ പറഞ്ഞു. അതെല്ലാം പുള്ളി അതെല്ലാം കേട്ട് പോയി. 2-3 days കഴിഞ്ഞിട്ട് എൻ്റെ വാട്സപ്പിൽ ഡോക്യുമെൻ്റ് വന്നു.
തുറന്നു നോക്കിയപ്പോഴത്തേക്കും ഒരു പ്രോപ്പർ ഡയറ്റ് ചാർട്ട്, എൻ്റെ അപ്പോഴത്തെ കറണ്ട് വെയിറ്റ്, ഹൈറ്റ് എല്ലാം വെച്ച് പ്രോപ്പറായിട്ട് മോർണിംഗ്, നൂൺ, ഈവനിങ്, നൈറ്റ്, സ്നാക്സ് എല്ലാം. അപ്പോൾ ഞാൻ ശ്രീത് ബ്രോൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര കുറച്ചുകൂടി കാര്യമായി എനിക്ക് പുള്ളിയുടെ അടുത്ത്. ഞാനത് ഭയങ്കര സീരിയസ് ആയിട്ട് ആ ഡയറ്റ് എടുത്തത്. Pound for pound, you going down when you come into my house. I'm coming to win, no giving in, and I'm laying it all out. I ain't afraid, no playing games, I'm the king and it's my crew. Ready or not, you talking to me now. You think it's tough, I'm rising up, you picked on the wrong man. You out of breath, I done left, you better keep jogging. You gotta learn, it's time to burn, you need to be watching. കുറേ ക്രോസ്ഫിറ്റ് വർക്കൗട്ട്സ് പ്ലസ് ബോക്സിങ്. Nothing can stop me now. Nothing can hold me down. 3 മാസം കൊണ്ട് ഞാൻ എൻ്റെ 10 kg കുറച്ചു. 80 നിന്നിരുന്ന് 68 ആ ഒരു വെയിറ്റിലോട്ട് ഞാൻ എത്തി. You better never forget it. ശ്യാം പേഷ്യൻസ് ശരിക്കും പീക്കായിരുന്നു ശ്യാമിൻ്റെ. And you better respect it. 'Cause I am a legend. I am a legend. ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ഞാൻ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങി എൻ്റെ ലൈഫ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ദിവസം റൊട്ടീൻ ഭയങ്കര അലൈൻഡായി. ലൈക്ക് ഞാൻ രാവിലെ 9:30 എണീക്കുന്നു, 10 മണിയാകുമ്പോഴത്തേക്ക് ജിമ്മിൽ പോകുന്നു, വർക്കൗട്ട് കഴിഞ്ഞ് 12 മണിയാകുമ്പോഴത്തേക്കും തിരിച്ചു വരുന്നു, ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു, ഇവയെ കൊണ്ട് കുറച്ച് നേരം നടക്കാനൊക്കെ പോകുന്നു, തിരിച്ചു വരുന്നു, ലൈവ് ഇടുന്നു, ബാക്ക് ടു നോർമൽ പരിപാടികളെല്ലാം എല്ലാം. സോ എനിക്ക് തോന്നി ആഫ്റ്റർ ദാറ്റ് ശ്യാമിന് തോന്നി ലൈക്ക് ഹി വാണ്ട് ടു ഡു മോർ. കുറച്ചൊക്കെ മസിൽസ് നമ്മൾ ആഗ്രഹിക്കത്തില്ലേ. അങ്ങനെ നമ്മൾ 3 മാസത്തെ ബോക്സ് ബേൺ സെഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ബിബോളിലോട്ട് പോവാണ് അടുത്ത്. You already know me, I ain't never gonna stop. Let hold me back, I'm a beast on lock. You gon' feel the heat when I'm coming in hot. Yeah, I'm kicking down doors. കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ആവാൻ തുടങ്ങി. Testify, ain't gotta reach, I just touch the sky. Sit back, let me show you how I do it. Yeah, I'm a freight train, gon' feel me running through it. കട്ടിങ് സ്റ്റേജിലോട്ടൊക്കെ കുറച്ച് കടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ച് മടുപ്പൊക്കെ വന്നു. മൈൻഡ് ഇംബാലൻസസ് ഒക്കെ ഉണ്ടായി. കുറച്ച് മൂഡ് സ്വിങ്സും കുറച്ച് ആങ്കർ ഇഷ്യൂസും അതൊക്കെ എൻ്റെ ഒരു പാർട്ടാണല്ലോ. പിന്നെ ലാസ്റ്റ് മന്ത് കട്ടൊക്കെ ആയപ്പോഴത്തേക്കാണ്, അതായത് ഡയറ്റ് ഫുൾ ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ കാർബ് ഫുൾ ഒഴിവാക്കി പ്രോട്ടീൻസ് ആയിരിക്കും കൂടുതൽ പറഞ്ഞത്. ആ സമയത്താണ് ശരിക്കും നമ്മുടെ ക്രേവിങ്സ് ആയാലും എല്ലാം പോപ്പപ്പ് ആവുന്നത്. കോമ്പറ്റീവായിട്ട് തന്നെ ഡയറ്റും സംഭവങ്ങളും ഒക്കെ എടുത്ത് പോയത്. We are doing something great. We are doing something great. I'm on a mission. Are you seeing the vision? The bigger, the better, the better, the bigger. I'm 1 in a million. I'm coming alive now. I can't be denied now. I fight till I win it. I made the decision. I'm never going back down. കോമ്പറ്റീറ്റീവായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതാണ്, ആ ഒരു എക്സ്പീരിയൻസ് നല്ലതാണ്. എന്തായാലും ഇറങ്ങി, എന്തായാലും നനഞ്ഞു ഒന്ന് കുളിച്ചേറാന്നുള്ള മൈൻഡിൽ ഞാൻ പിന്നെ അതുകൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ഡീപ്പ് കട്ടും സംഭവങ്ങളെല്ലാം ഞാൻ എടുത്തത്. താങ്ക് യു ശ്രീത് ബ്രോ, ഗോൾ അച്ചീവ് ചെയ്യാൻ എൻ്റെ കൂടെ നിന്നതിനും സപ്പോർട്ട് ചെയ്തതിനും. വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിൽ നല്ല രീതിയിൽ റിസൾട്ട് വരുമ്പോഴത്തേക്കും തോന്നുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതെനിക്കും ഉണ്ടായിരുന്നു. Yeah, we push it to the limit. Come and get it, come and get it. Yeah, here we go now. Come and get it, come and get it. Yeah, we push it to the limit. Come and get it, come and Something get it. big to be happy. Go now. Yes, I did. Finally I did. Hey, yeah. Here we go now. Yeah, here we go now. Here we go now. Got ice in my veins. Worldwide know my name. Running with giants, run like a lion. They ain't So no one you will be huge. I'm locked in the flow. Yeah, I'm cold to the bone. I'm coming for blood. It's time to run. Letting everybody know. Hey, yeah. Here we go now. Yeah, here we go now. It's just a beginning, bro.